ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളൊന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ വയറിങ് ആണെങ്കിലും നമ്മൾ കൺസീൽഡ് വയറിങ് ചെയ്യുന്ന സമയത്ത് 4 PVC ബോക്സ് വെച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ മെയിൻ ബോക്സുകളിലേക്ക് വരുന്ന പൈപ്പുകളെല്ലാം തന്നെ നമുക്ക് വയർ വലിക്കാനും അതുപോലെ തന്നെ ജംഗ്ഷനുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 4 PVC ബോക്സുകൾ. നിങ്ങൾ ഈ കാണുന്ന പോലെ 4 PVC ബോക്സുകൾ കൺസീൽ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി നമ്മളത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മൾ 4 ഷീറ്റ് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് അടച്ചു കളയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് ജംഗ്ഷനുകളായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ബോക്സുകൾ വരുന്നത്. അതായത് മെറ്റലിൻ്റെ ബോക്സുകളാണെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകളാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഒരു ലെങ്ത്ത് കഴിഞ്ഞാൽ ഒരു 3 ബെൻഡോ ഒരു 4 ബെൻഡോ കഴിയുന്ന സ്ഥലത്താണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ലൈറ്റിൻ്റെ ഏരിയ വരുന്ന സ്ഥലത്താണെങ്കിലും നമ്മൾ 4 PVC വെച്ച് പോകുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം 4 PVC വെക്കാതെ നമ്മൾ പൈപ്പ് മാത്രം സർക്യൂട്ട് പോകുന്ന പൈപ്പിൻ്റെ ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം പ്ലാസ്റ്റിക് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ട്യൂബ് ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന സർക്യൂട്ടിൻ്റെ പൈപ്പുകളിൽ കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ 4 PVC ബോക്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. അപ്പോൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഡ്രില്ലിന് യാതൊരു പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. കാര്യം ഡ്രില്ല് കയറുന്ന ട്രിപ്പ് ആവുന്നുള്ള പേടിക്കേണ്ട പോലും കാര്യമില്ല. അപ്പോൾ നമുക്ക് എവിടെയാണോ ലൈറ്റ് പോയിന്റ് പോകുന്നത് നമ്മുടെ സർക്യൂട്ട് പോകുന്ന പൈപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ സർക്യൂട്ടുകളെല്ലാം പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു 4 വയ്ക്കുക. വയർ വലിക്കുന്ന സമയത്തും വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മുകളിൽ നിന്ന് സീലിംഗ് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഫാനിൻ്റെ സീലിംഗ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. സീലിംഗ് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ നമുക്ക് അവിടെ ഒരു 4 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഫാൻസി ലൈറ്റ് സിമ്പിളായിട്ട് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റ് ആണെങ്കിൽ അവിടെ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് അവിടെ ഒരു ട്യൂബ് ലൈറ്റ് അത്യാവശ്യമായിരിക്കും. അപ്പോൾ ട്യൂബ് ലൈറ്റ് നമ്മളവിടെ കൊടുക്കുന്ന സമയത്ത് നമ്മളവിടെ പൈപ്പ് മാത്രമേ ഉള്ളൂ എങ്കിൽ 4 ഇല്ലെങ്കിൽ ആ പൈപ്പിൽ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെയാണോ ആവശ്യമുള്ള 4 PVC ബോക്സ് വെക്കുക. പിന്നീട് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു അത്യാവശ്യത്തിന് വയർ ഏതെങ്കിലും സെക്ഷനിലേക്ക് വലിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ലൈറ്റ് കൊടുക്കണമെങ്കിലോ വളരെ സിമ്പിളായിട്ട് ഈ 4 അഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ അതിലൂടെ വയർ വലിച്ച് എവിടെ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല എത്ര വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ 4 PVC ബോക്സ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് വയറുകൾ വലിച്ചെടുക്കാൻ സാധിക്കും. കംപ്ലൈൻറ്റ് ഇല്ലാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു എക്സ്ട്രാ പ്ലഗ് വെക്കുന്ന സമയത്താണെങ്കിൽ അവിടെ ലൈറ്റ് പോയിന്റുകൾ നമുക്കൊരു ജംഗ്ഷനായിട്ട് യൂസ് ചെയ്യാം. ആ ലൈറ്റിൻ്റെ ലീഡുകൾ നമ്മൾ ആ PVC മെറ്റൽ ബോക്സിലേക്ക് വെട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ ജംഗ്ഷനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ ബെഡ് സ്വിച്ചിൻ്റെ ഏരിയ ആണ് വന്നിരിക്കുന്നത്. ബെഡ് സ്വിച്ചിൻ്റെ ഏരിയ ആണെങ്കിൽ നമ്മൾ പൈപ്പുകളെല്ലാം കൊണ്ടുപോയിരിക്കുന്നത് കൺസീൽ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതും ഇതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പഴയ പൈപ്പുകൾ ഓൾറെഡി ഇവിടെ പഴയ വീടാണ്, റീസ്റ്റോർ ചെയ്ത സിസ്റ്റമാണ്. അപ്പോൾ പഴയ പൈപ്പുകൾ നമ്മൾ യൂസ് ചെയ്തത് 20 mm ആയതുകൊണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 PVC ബോക്സ് വെച്ച് ചെയ്യുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സർക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സർക്യൂട്ട് പൈപ്പ് പോകുന്ന സ്ഥലത്ത് ബെൻഡിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയം ഏതെങ്കിലും ലൈറ്റോ കാര്യങ്ങൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് സർക്യൂട്ടിൽ ഡ്രില്ല് കയറാനും അതുപോലെ ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുന്ന ഇടങ്ങളിലെല്ലാം തന്നെ നമുക്ക് അത്യാവശ്യം വരുന്ന സ്ഥലങ്ങളെല്ലാം 4 PVC വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കംപ്ലയിൻറ്റ്സ് മാക്സിമം കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.